കേരളത്തിൽ ഓരോ കുടുംബത്തിലും ഒരു ആൾക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ തന്നെ രക്തത്തിൽ പഞ്ചസാര ഉയർത്തിയേക്കാമെന്നറിയുമോ? വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും അലർജി, രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള മരുന്നുകൾ പോലും നിങ്ങളുടെ ഷുഗർ ലെവൽ ഗുരുതരമായി ഉയർത്താം. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അലർജിയുള്ളവർ പലപ്പോഴും ഉപയോഗിക്കുന്ന പ്രെഡ്നിസോലോൺ പോലുള്ള മരുന്നുകൾ നിങ്ങളുടെ കരളിനെ കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കാൻ ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ ഇൻഹേലറുകളോ ക്രീമുകളോ പ്രശ്നമല്ല. ഗവേഷണം കാണിക്കുന്നത് ചില മാനസികാരോഗ്യ മരുന്നുകൾ ഇൻസുലിന് എതിരായ പ്രതിരോധം 30% വർദ്ധിപ്പിക്കുമെന്നാണ്. രക്തസമ്മർദ്ദ മരുന്നുകൾ പ്രോപ്രാനോളോൾ പോലുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് ഹൈപ്പോഗ്ലൈസിമിയുടെ അപകട സൂചനകൾ മറച്ചുവെക്കും. വിയർപ്പ്, ഇരുണ്ടതുകാണൽ, ഹൃദയമിടിപ്പ് എന്നിവ അനുഭവപ്പെടില്ല. അതുകൊണ്ട് ഈ മരുന്നുകൾ കഴിക്കുന്നവർ പതിവിലും കൂടുതൽ തവണ ഷുഗർ ചെക്ക് ചെയ്യണം. ഓർഗൻ മാറ്റിവെച്ചവർ കഴിക്കുന്ന ടെക്രോളിമസ്, ചില HIV മരുന്നുകൾ, ആന്റിമലേറിയൽ മരുന്നായ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇവയെല്ലാം ഷുഗർ ലെവലിനെ ബാധിക്കുന്നു. ഇനി ഏറ്റവും അപകടകരമായത്, കടയിൽ നിന്ന് എടുക്കുന്ന ജലദോഷ മരുന്നുകളിലുള്ള സ്യൂഡോഎഫെഡ്രീൻ എന്ന ഘടകം പഞ്ചസാര 25% വർദ്ധിപ്പിക്കും. പഞ്ചസാര നിറച്ച കഫ സിറപ്പുകൾ ഒഴിവാക്കുക. 1 ടീസ്പൂൺ സിറപ്പിൽ 3 ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. സുഗർ ഫ്രീ ബദൽ ചോദിച്ചു വാങ്ങുക. 500 മില്ലിഗ്രാം ലധികം നിയാസിൻ ഉപയോഗിച്ചാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കും. ഡോക്ടറോട് എനിക്ക് ഡയബറ്റിസ് ഉണ്ട്, ബദൽ മരുന്നുണ്ടോ? ഈ മരുന്ന് കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് എത്ര തവണ ചെക്ക് ചെയ്യണം? ഡോസ് കുറയ്ക്കാൻ സാധ്യതയുണ്ടോ? എന്നീ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. ഓർക്കുക, മരുന്നുകൾ ശത്രുക്കളല്ല, അറിവില്ലായ്മയാണ് ശത്രു. ശാസ്ത്രീയമായ മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ റൈറ്റ് ഡോസ് സബ്സ്ക്രൈബ് ചെയ്യൂ.